അതുപോലെ തന്നെയാണ് DMK-യുടെ തകർച്ച തമിഴ്നാട്ടിൽ. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അവരുമായി DVK-യുമായി കൈകോർക്കാൻ തയ്യാറാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി തകരും. DMK ഇന്ത്യ മുന്നണിയിലുള്ളതാണ്, അപ്പോൾ കോൺഗ്രസ് ആ മുന്നണിയിലുള്ളതാണ്. അപ്പോൾ അവർ കോൺഗ്രസ് അതിൽ നിന്ന് പോരുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ DMK ഈ ഇന്ത്യ മുന്നണി തകരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ദേശീയ തലത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. ഒരുപക്ഷെ TVKക്ക് ചെയ്യാവുന്നത് പട്ടാളി മക്കൾ കക്ഷിക്ക് 4 സീറ്റുണ്ട്, മറ്റ് സ്വതന്ത്രരുണ്ടെങ്കിൽ അവരെ നോക്കാം. അതല്ലെങ്കിൽ ADMKയെ ഒന്നുകൂടെ കൊണ്ടുവരും. അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണെന്ന കാര്യം അല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സഖ്യത്തിന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. DMKയുമായി സീറ്റ് വിലപേശി, അതുപോലെ തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരം പങ്കിടണം, മന്ത്രിസ്ഥാനം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ. പക്ഷേ DMK അതിന് തയ്യാറായില്ല. ഇപ്പോ അങ്ങനെ കോൺഗ്രസ് വരികയാണോ ചെയ്യുന്നത്, അതോ പട്ടാളി മക്കൾ കക്ഷി, അതുപോലെ അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ADMK കൂട്ടത്തോടെ ഇപ്പുറത്തോട്ട് മാറിയാൽ അവിടെ വിജയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ. MK സ്റ്റാലിൻ കൊളത്തൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു, VS ബാബു പരാജയപ്പെട്ടിരിക്കുന്നു. 7,000-8,000 വോട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ എന്തായാലും 19,000 വോട്ടിന് ധർമ്മടത്ത് നിന്ന് വിജയിച്ചു കയറി. മമതാ ബാനർജിയുടെ കാര്യം നോക്കാനുണ്ട്. 19,000 വോട്ടിന് ജയിച്ചല്ലോ, 20,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. നേരത്തെ പറഞ്ഞ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് DMK. ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ പാർട്ടികൾ ഒന്നാണ്. അപ്പോൾ DMK ഒഴിവാക്കി അല്ലെങ്കിൽ പിണക്കം. പക്ഷേ രജീഷ്, തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് അതിന് തയ്യാറായിരുന്നു. കോൺഗ്രസിന്റെ ആവശ്യം കൂടുതൽ സീറ്റ് വേണം, 1, 2 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കിട്ടണം, അധികാരം പങ്കിടണം എന്നുള്ളതായിരുന്നു. DMK അതിന് തയ്യാറായില്ല. ആ സമയത്ത് TVKയുമായി കോൺഗ്രസ് ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം DMK മുന്നണിയിൽ തന്നെ തുടരാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്.